എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഉണ്ട് അടിപൊളി സൈസുള്ള നിയോൺ പ്ലാറ്റിയാണ് ഗൈസ്. ഇത് കുഞ്ഞുങ്ങളും ഉണ്ട് വലുതും ഉണ്ട്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളോളം പ്രായമുള്ളതാണ് ഗൈസ്. അതിൽ 3 ഉണ്ടായിരുന്നു ആ വലിപ്പമുള്ളത്. അതിൽ ഒരു മെയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫീമെയിലും, 2 ഫീമെയിലായിരുന്നു. അതിൽ ഒരു ഫീമെയിലേ ഇപ്പോൾ ഉള്ളൂ നിലവിൽ, ഈ ഫീമെയിൽ. പിന്നെ അതിൻ്റെ മേൾ ഭാഗം ഒരു ചെറിയ വളവ് കാണുന്നുണ്ടോ ഗൈസ്? അത് പ്രായം കൊണ്ടാണ് ഗൈസ്. അത് നല്ല ഏജ് ഉള്ളത് കൊണ്ട് അങ്ങനെ വന്നു. പക്ഷേ ആവശ്യത്തിന് നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഏജിൻ്റെ അറിയാനുണ്ട്. അത് ചെറിയൊരു വളവ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ചെറിയ മീനുകളിലൊക്കെ നോക്കി സ്ട്രെയിറ്റ് ആണ്, അവിടെ ഭയങ്കര വളവ് വന്നിട്ടുണ്ട്. അത് പ്രായത്തിൻ്റെയാണ് ഗൈസ്. എന്തുവാണേലും എന്തോ നിലവിൽ ഞാൻ കീപ്പ് ചെയ്യുന്നത് നല്ല സൈസാണ് നിയോൺ പ്ലാറ്റി എന്നൊക്കെ പറഞ്ഞാൽ. ഇതൊക്കെ പിന്നെ ഞാനാണ് ആ ഗൈസ് ആദ്യമായിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. നിയോൺ പ്ലാറ്റിയുടെ ഈ ബിഗ് സൈസുള്ള ഈ പ്ലാറ്റിയുടെ ഇത് വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാകാൻ ചാൻസ് ഉള്ള വീഡിയോ ആണ്. പിന്നെ ഞാൻ ഇതിനകത്ത് മെയിനായിട്ടും പറയാൻ പോകുന്ന കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനകത്തുനിന്ന് വേറെ പല ഇനത്തിനെ തിരിക്കാൻ പോവുകയാണ് ഗൈസ്. അതിന് വേണ്ടിയാണ്. ഇതിപ്പോൾ നോർമൽ നിയോൺ പ്ലാറ്റിയാണ് ഗൈസ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ നല്ല ബ്രീഡിംഗ് ഏജ് ഒക്കെ ഉണ്ടെങ്കിൽ നിറച്ച് കുഞ്ഞുങ്ങളെ എടുക്കാൻ പറ്റും. ഇത് അമ്മ അറിയാതെ നൈസായിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ട് വളർത്തി വലുതാക്കിയാണ്. അല്ലെങ്കിൽ ഇതെല്ലാം തിന്നും. അത് കുഞ്ഞുങ്ങളെ തിന്നുന്ന കാര്യത്തിൽ ബാക്കിയുള്ള പ്ലാറ്റി പോലെയല്ല, പെട്ടെന്ന് ചേസ് ചെയ്ത് തിന്നുന്ന ഒരു സ്വഭാവമുണ്ട്. മെയിൽ പക്ഷേ ഒന്നും തിന്നത്തില്ല കുഞ്ഞുങ്ങളെയൊന്നും. ഫീമെയിൽ നല്ലപോലെ അതിൻ്റെ എനർജി എത്രയോ ലോസ് ആകുന്നതനുസരിച്ച് ഫുഡ് ഇപ്പം നമ്മൾ ഒരു ദിവസം ഇപ്പോൾ 2 നേരം ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും. കൊടുത്തില്ലെങ്കിൽ അത് ഏതെങ്കിലും ഗപ്പിയാണെങ്കിൽ ഗപ്പിയെ തിന്നും. അങ്ങനൊരു പ്രശ്നമുണ്ട്. പ്ലാറ്റിയും സോട്ടയിലിനെയൊക്കെ തിന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുമിച്ച് ഇടത്തില്ല. ഞാനിപ്പോൾ നിയോൺ പ്ലാറ്റി സെപ്പറേറ്റാണ് ഞാൻ ഗൈസ് ഇടുന്നത്. പിന്നെ ഇത് നല്ല രസമാണ്. ഇതിപ്പോൾ കണ്ടോ, സൺസെറ്റ് പ്ലാറ്റിയും നിയോൺ പ്ലാറ്റിയും കൂടെ മിക്സ് ചെയ്തെടുത്താണ്. പക്ഷേ പണി വാളിപ്പോയി. അത് നല്ലൊരു വലിയ വെറൈറ്റിയെ ഒപ്പിക്കാൻ നോക്കിയാണ് സൈസുള്ളത് നിയോൺ പ്ലാറ്റിയെ. പക്ഷേ അത് പകുതി വെച്ച് അത് സ്റ്റക്കായിപ്പോയി. അതായത് അതിൻ്റെ ഇരം സ്റ്റക്കായിപ്പോയി. അതായത് നോർമൽ പ്ലാറ്റിയോ അല്ല, നിയോൺ പ്ലാറ്റിയോ അല്ല, അതിൻ്റെ ഇടയ്ക്കായിപ്പോയി. അതായത് മീഡിയം വലുപ്പമായിപ്പോയി. നിയോൺ പ്ലാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ഈ ഒരു സൈസ് വരണം. അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ നിങ്ങൾ താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ആ ഒരു സൈസും ഡിഫറൻസ്. നോർമൽ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ ഉരുണ്ട ഷേപ്പാണ് ഒരു പ്രായം കഴിയുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു നീളമുള്ള ടൈപ്പാണ്. വ്യത്യാസം കണ്ടോ? അതാണ് ഇതിൻ്റെ നിയോൺ പ്ലാറ്റിയുടെ വ്യത്യാസം. പിന്നെ ലൈഫ് പാൻ നല്ല പോലെ ഉണ്ട്. ഞാൻ സ്കൂളുകളിൽ പഠിച്ചപ്പോൾ വളർത്തിയ നിയോൺ പ്ലാറ്റിയാണ് ഗൈസ് നിങ്ങൾ ആദ്യം കണ്ടത്. ആ സൈസുള്ളത് അതേ ഉള്ള ആ ബാക്കിയുള്ള ഒരെണ്ണം അത് ഞാൻ കടയിൽ കൊടുത്തു. ആ മെയിലായിരുന്നു അത്. അതെന്ന് പറഞ്ഞാൽ ഏജ് ആയിട്ട് മെയിലിനെ പിന്നെ വലിയ യൂസ് ഇല്ല. അതായത് പ്രായം കൂടുന്നതനുസരിച്ച് പിന്നെ മെയിലിന് കാര്യമില്ല. വാലിൽ നീളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒത്തും ഫീമെയിൽ പോലല്ല, ഇച്ചിരി പാടാണ്. അപ്പോൾ അതിൽ നല്ല ഞാൻ കൊടുക്കാനെന്ന് വെച്ച് കടയിൽ കൊടുത്തു. പിന്നെ വേറെ ഫീമെയിൽ ഉണ്ടായിരുന്നു, അത് കൊക്ക് പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ ആ വലിയ ഏജ് ഉള്ളത്. അതിനെ ഞാൻ ചുമ്മാ നിർത്തിയേക്കുവാണ്. അത് എത്ര കാലം വരെ ജീവിക്കുമെന്ന് ഞാൻ നോക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. പിന്നെ ഇതാ മെയിലാണ് ഗൈസ്. ഇതെല്ലാം ഇതൊക്കെ മെയിലായി. ചെറിയതൊക്കെ മെയിൽ എണ്ണം കുറവാണ്, ഉള്ളതൊന്നുമില്ല. ഇപ്പം എല്ലാം തീരെ ചെറിയ മെയിലൊക്കെയാണ്. ഇതൊക്കെ വലുതായി വരണം കണ്ടോ. ഇതൊക്കെ വലുതാകുമ്പോൾ നല്ല രസമാണ്. ഫീമെയിലിന് ഇത്രയും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ മെയിൽ ഇതിലും രസമാണ്. ഇപ്പോൾ മെയിൽ വലുതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഇതൊക്കെ ഉള്ളൂ ഇപ്പോൾ ചെറുത്. ഇത് വലുതാകുമ്പോൾ അതിൻ്റെ ഐഡിയ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നല്ല വലുപ്പമുള്ള ഞാനിപ്പം തൽക്കാലം ഞാനിതിനെ കൊടുക്കുന്നില്ല. ഇത് ആക്കിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നിർത്തിയേക്കുവാണ്. പിന്നെ ഇതിനെ വളർത്തുമ്പോൾ നല്ല വില കിട്ടുന്നു. മറ്റേ സാധാ പ്ലാറ്റിയേക്കാളും വില കൂടുതൽ ഇതിനാണ്. 200-300 രൂപയൊക്കെയാണ് ജോഡിക്കൊക്കെ വരുന്നത് മാർക്കറ്റിലൊക്കെ. ഇതിൻ്റെ പല കളർ വേരിയേഷനൊക്കെ, ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തുവാണെങ്കിലും ഇതിനെ വളർത്തുമ്പോൾ ഒരു സെറ്റായിട്ട് വാങ്ങിക്കണം, ഹോൾസെയിലിന് വാങ്ങിക്കണം. എന്നിട്ടേ ഇതിനെ വളർത്താൻ പാടുള്ളൂ. അല്ല 1-2 ഒക്കെ ആണെങ്കിൽ സക്സസ് ആയി എടുക്കാൻ പാടാണ്. ഇത് കുഞ്ഞുങ്ങളെ തിന്നുന്ന സ്വഭാവമുണ്ട്, ഭയങ്കര സീനാണത്. പിന്നെ സാധാ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം 1 മാസം കൊണ്ട് തന്നെ ഫുള്ള് അത്യാവശ്യം നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. ഇത് എൻ്റെ ഗപ്പിക്കുഞ്ഞാണ്. ഞാൻ അറിയാതെ വെള്ളം മാറ്റിയപ്പോൾ അതിനകത്തായി പെട്ടുപോയി. പിന്നെ പൈസ കാര്യം, നിങ്ങൾക്കൊരു വിൽപ്പനയ്ക്കും കാര്യങ്ങൾക്കും ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുക്കും അത്രയും വലുപ്പം വരണമെങ്കിൽ, കംപ്ലീറ്റ് വലുപ്പം വരണമെങ്കിൽ. പിന്നെ 6 മാസം കൊണ്ട് ആ താഴെ കാണുന്ന ചെറിയ ബാച്ചിൻ്റെ ഒരു ഏകദേശം മീഡിയം വലുപ്പം വരും 6 മാസം കൊണ്ട്. എന്തുകൊണ്ടാണ് വർഷങ്ങൾ എടുക്കുന്നുണ്ട് ആ ഒരു വലുപ്പം. മെയിൻ കാണുന്ന ഏറ്റവും വലിയ സൈസുള്ളതിനെ കാണുമ്പോൾ ഇതൊക്കെയാണ് ഒരു 6 മാസമായതിനെ വലുപ്പമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താണേലും ഇത് കംപ്ലീറ്റ് ഗ്രോത്ത് ആണെങ്കിൽ ഇത് വർഷങ്ങളെടുക്കും. അപ്പോൾ ഈ വർഷങ്ങളെടുത്ത് നിങ്ങൾക്ക്
ഒന്നും രണ്ടും ആണെങ്കിൽ കിട്ടുന്നതാണെങ്കിൽ ഇത് കടയിൽ കൊണ്ട് വിൽക്കാനും ഒക്കെ പാടാം. അപ്പോൾ സാധാ പ്ലാറ്റിയാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കിട്ടുന്നത്. അതായത് ഒരു മാസം കൊണ്ട് തന്നെ അത്യാവശ്യം മെച്യൂർ ആവും പ്ലാറ്റി. അപ്പോൾ കടയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് വിൽക്കാൻ. ഇതാണെങ്കിൽ ഇത് കുഞ്ഞുങ്ങളെ മീൻസ് ബ്രീഡിങ് കേജും വേണം, അതുപോലെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്താലും വലുതാക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ലാഭം കിട്ടുന്ന ഇതിനാണെങ്കിലും പക്ഷേ ഇത് വളർത്തിയെടുക്കാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യണം, അങ്ങനൊരു പ്രശ്നമുണ്ട്. ഞാനിത് പണ്ട് ഇതിനെ വളർത്തുമായിരുന്നു മെയിനായിട്ട്. പിന്നെ ഞാൻ തൽക്കാലം നിർത്തി. എനിക്ക് പെട്ടെന്ന് പൈസയുടെ ആവശ്യമൊക്കെ വന്നതും കൊണ്ട് മറ്റേ പ്ലാറ്റിയാണ് ഞാൻ ചൂസ് ചെയ്തത്. മറ്റേ പ്ലാറ്റി ആകുമ്പോൾ പെട്ടെന്ന് ഗ്രോത്തും കിട്ടും, കടയിൽ കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇത് വെയിറ്റ് ചെയ്യണം നമ്മളതുവരെ. ഞാനതുകൊണ്ട് ഇതിനെ വലുതായിട്ട് നോക്കിയിട്ടില്ല. ഒന്നും രണ്ടും കുളത്തിലിങ്ങനെ സെപ്പറേറ്റായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഇത് സോട്ടയിലിന് എൻ്റെ കുറേ തിന്നിട്ടുണ്ട്, കടിച്ച് കുറച്ച് കൊന്നിട്ടുണ്ട്. ഇത് സോട്ടയിലിന് തിന്നും. സോട്ടയിലിന് ഒരു പേടിയും ഇല്ല. സോട്ടയിലിന് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടല്ലോ, സോട്ടയിലൊക്കെ വണ്ണമില്ലാത്ത ഫിഷല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞ സൈസും ഉണ്ട് എന്നാൽ നീളവും ഉണ്ട്, മനസ്സിലായോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൊല്ലാൻ അഡ്വാൻറ്റേജ് ഇതിനാണ് കൂടുതൽ. ഇത് പിന്നെ നല്ല കുളത്തിലൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട കുളമാണെങ്കിൽ അത് ചാടിപ്പോകത്തില്ല. പക്ഷേ അല്ലെങ്കിൽ അതിനെന്തേലും ഒരു മഴ പെയ്യുമ്പോൾ തണുപ്പടിക്കുമ്പോൾ എന്തെങ്കിലും കുളത്തിന് ഇഷ്ടമല്ലാത്ത കുളത്തിൽ വല്ലതും കിടക്കുവാണെങ്കിൽ പിന്നെ ചാടിപ്പോകുന്ന ടെൻഡൻസി ഉണ്ട് ഇതിന്. സോട്ടയിലിൻ്റെ കാര്യം പോലെ തന്നെയാണ്, പക്ഷേ സോട്ടയിലിനേക്കാളും കൂടുതൽ ടെൻഡൻസി ഇതിനാണ് ചാട്ടത്തിൽ. അപ്പോൾ ഇതിന് ഇഷ്ടപ്പെടാത്ത വല്ലതും കുളത്തിലായിട്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണം കൊണ്ട് അത് ചാടിപ്പോവും. ചിലപ്പോൾ മഴ പെയ്ത് ഒലിച്ചു പോവും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് മഴ പെയ്ത് തുളുമ്പി അങ്ങനെ പോകാനും ചാൻസ് ഉണ്ട്, പിന്നെ ചാടിപ്പോകാനും ചാൻസ് ഉണ്ട്. എന്തുവാണ് ഇത് ഇച്ചിരി റിസ്ക്കാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ. ഞാൻ ഇതിൻ്റെ പല വേരിയേഷൻ ഇപ്പോൾ ഇറക്കണം, ഇതിൻ്റെ കൾച്ചർ ചെയ്തെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനി എനിക്ക് വേറെ പ്ലാറ്റി ഒപ്പിക്കണം, വേറെ ബ്രീഡ്, ഓരോ വെറൈറ്റി പ്ലാറ്റി. അതായത് റെഡ് ടോപ്പ് പ്ലാറ്റി അങ്ങനെയുള്ള സാധനങ്ങൾ. സൺസെറ്റ് എനിക്കുണ്ട് ഓൾറെഡി, അല്ലാതെ വേറെ കുറേ പ്ലാറ്റികളെ ഒപ്പിക്കണം ഇനി. എന്തുവാണെന്നുണ്ട് ഇതാണ് ഒരു മിക്സ് വന്ന ക്രോസ് മിക്സ് ആയ കളറാണ് ഗൈസ്. അത് പുതിയ വെറൈറ്റിയാണ്. അതായത് മറ്റേ സൺസെറ്റുമായിട്ട് ക്രോസ് ആയപ്പോൾ സൺസെറ്റിൻ്റെ കളറ് കയറിയില്ല, പക്ഷേ എന്നാലും അതിൻ്റെ മഞ്ഞ മിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെറൈറ്റി സാധനം. എന്തുകൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം തന്നെ ഇതിപ്പോൾ ഇത്രയും മാറ്റിയിട്ട് എങ്ങനെയോ സർവൈവ് ആയി വന്നതാണ്. ഇഷ്ടം പോലെ നല്ല കുഞ്ഞുങ്ങൾ, ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് തന്നെ തിന്നും, അതാ പ്രശ്നം. എന്തുകൊണ്ട് ഭയങ്കര പാടാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. പിന്നെ അക്യൂറത്തിലിട്ടാലും ഒരു മാസം വരെ സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യും. മറ്റേ സാധാ പ്ലാറ്റിയാണെങ്കിൽ എപ്പോഴേ ചാവും, ഒരു മാസം പോലും ആകത്തില്ല. രണ്ടാഴ്ചയോ 3 ആഴ്ച കൊണ്ട് സാധാ പ്ലാറ്റ് ചത്തുപോകും. അങ്ങനെ അക്യൂറത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ സുഖമായിട്ട് പോകും. തീറ്റ സമയത്തിന് കൊടുക്കണം, 2 നേരമാണ് ഇതിന് കൊടുക്കേണ്ടത്. അതിലെന്തെങ്കിലും കുറവോ എന്തെങ്കിലും വന്നാൽ ബാക്കിയുള്ള മീനെ തിന്നും. അങ്ങനെ ഇത് അഗ്രസീവായിട്ടുള്ളൊരു ഫിഷാണ്. ഫീമെയിലാണ് അഗ്രസീവ്, മെയിലൊരു കുഴപ്പവും ഇല്ല. പിന്നെ അക്യൂറത്തിലിട്ടാലും നല്ല എടുപ്പാണ്. സാധാ പ്ലാറ്റി എന്ന് വെച്ചാൽ അതൊരു ഭംഗിയുണ്ട്, പക്ഷേ അതിനേക്കാളും വേറെ ഭംഗിയാണിത്. നല്ല ബ്ലാക്ക് ടെയിലും ആ സൈസ് ഉള്ളതും കൊണ്ട് രസമുണ്ട് പ്ലാറ്റി. പക്ഷേ ഈ സൈസ് ഇത്ര ആക്കി എടുക്കണമെങ്കിൽ തന്നെ വർഷങ്ങൾ എടുക്കുന്നുണ്ട് ഈ ഒരു സൈസ്. അതിനിപ്പോൾ ഭയങ്കര ഏജായി, അത് വളഞ്ഞ് കറക്റ്റ് ആ ഒരു ഇതങ്ങ് മാറി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ബാക്കിയുള്ള മീനിൻ്റെയൊക്കെ സ്ട്രെയിറ്റ് ആണ് ആ മേളുഭാവം, തലയുടെ ആ ഒരു ഭാവം എന്ന് വെച്ച് ഇച്ചിരി വളഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഏജിൻ്റെ അങ്ങനെ വരും. എന്തുവാണ് പിന്നെ എല്ലാം ബാക്കിയുള്ള മീനേക്കാളും സ്പീഡ് കൂടുതലാണ്. എന്തുവാണേലും പിന്നെ കാർപ്പിനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചില കാർപ്പിനെയൊക്കെ കൊല്ലും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി അഗ്രസീവാണ് സാധനം. എന്തുവാണ് നിങ്ങൾക്ക് ഇതുപോലെ കൾച്ചർ ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.